ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം തരുന്ന ഒരാത്മീക ബലമുണ്ട്. ഈ ഒരാത്മീക ബലമാണ് നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ തളരാതെ പിടിച്ചു നിർത്തുന്നതും നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതയാത്രകളിൽ നമുക്ക് ബലം പകർന്ന്, നമുക്ക് ധൈര്യം പകർന്ന് നമ്മളെ മുൻപോട്ട് നടത്തുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ ഈ ഒരാത്മീകമായൊരു ബലം അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ ഒരു ശക്തി അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ വ്യത്യസ്തതയുള്ളതായിട്ട് തോന്നുന്നില്ല, സാധാരണക്കാരെ പോലെ തോന്നുകയാണ്. അങ്ങനെ ആണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ആത്മീക സന്തോഷം അനുഭവിപ്പാനോ ദൈവകൃപയിൽ നമുക്ക് മുന്നേറാനായിട്ടോ പറ്റത്തില്ല. അങ്ങനെ ക്ഷീണിച്ചും തളർന്നും ദൈവാത്മശക്തി നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പരിഹാരമെന്ന് പറയുന്നത് ദൈവാത്മ ശക്തി തിരിച്ചറിയാനായിട്ടുള്ള, അനുഭവിപ്പാനായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആ വേദഭാഗത്തിലെ പ്രാർത്ഥന തന്നെ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അളവറ്റ ശക്തി തിരിച്ചറിയാനുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ 12 മുതലുള്ള വാക്യങ്ങളിലാണ്. ഒരുപക്ഷെ എൻ്റെ കേൾവിക്കാർ പ്രിയപ്പെട്ടവരൊക്കെ ധാരാളം ദൈവവചന സന്ദേശങ്ങൾ ഈ ഭാഗത്തു നിന്ന് കേട്ടിട്ടുണ്ടാകും. കാരണം ഒട്ടനവധി ദൈവദാസന്മാർ ഈ ഒരു ഭാഗത്തു നിന്ന് ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു ഭാഗമാണിത്. പക്ഷെ ഞാൻ ആ പ്രാർത്ഥനയേക്കാൾ അധികമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ചില ആൾക്കാർ പറയും നമ്മൾ കർത്താവിനെ അറിഞ്ഞു, നമ്മൾ ദൈവകൃപയിലാണ്, ഇനി നമ്മൾ എന്തിനാ ഒത്തിരി പ്രാർത്ഥിക്കുന്നത്. ഈ ചിലർക്ക് ഈ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പോലും ചോദിക്കുന്ന ആളുകളൊക്കെ ആത്മീയരുടെ ഇടയിലുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാനത് ആരെയും വ്യക്തിപരമായിട്ട് ഞാൻ അവഹേളിക്കാനല്ല. പക്ഷേ അങ്ങനെയൊക്കെയുള്ള പഠിപ്പീരുകളിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ബലഹീനമാകും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ബലഹീനമായാൽ പിന്നീട് സംഭവിക്കുന്നത് നമ്മൾ ദൈവാത്മശക്തി അനുഭവിക്കാൻ കഴിയാത്തവരായി മാറും. അതുകൊണ്ട് ബലഹീനമായി പോയ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് ശക്തിപ്പെടുത്തുവാനും ദൈവാത്മശക്തി തിരിച്ചറിയാനുമായിട്ടുള്ള ഒരു പ്രാർത്ഥന. കാരണം ഈ ഒരു ആത്മീക ബലമെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. 84-ാം സങ്കീർത്തനത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, അങ്ങനെയുള്ളവരിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ബ്ലെസ്ഡ് ഈസ് ദ മാൻ ഹൂ സ്ട്രെങ്ത് ഈസ് ഇൻ യു, ഇൻ ഹിസ് ഹാർട്ട് ആർ ദ ഹൈവേസ് ടു ദ സയോൺ. സിയോനിലേക്കുള്ള ഹൈവേ ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടെന്നാണ്. എന്നിട്ട് ആ സങ്കീർത്തനം താഴോട്ട് വരുമ്പോൾ എഴുതിയിരിക്കുന്നത് അവർ മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്നു. അടുത്തത് എല്ലാവരും സിയോനിൽ ചെന്നെത്തുന്നു. അടുത്തത് കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ അവർ പോയാലും അതിനെ ജലാശയമാക്കും, മുൻമഴയാൽ അനുഗ്രഹിക്കപ്പെടും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദൈവിക ശക്തി, ഈ ഒരു ദൈവശക്തി അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ കണ്ണുനീർ താഴ്വര, വാലി ഓഫ് ബാക്ക, ശരിക്കും 84-ാം സങ്കീർത്തനത്തിലെ വാലി ഓഫ് ബാക്ക എന്ന് പറയുന്ന ബാക്ക താഴ്വരയെക്കുറിച്ച് ഒത്തിരി അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഞാനതിൻ്റെ അകത്ത് ഒരു ആത്മീക മർമ്മം മനസ്സിലാക്കി. ചില ജീവിത സാഹചര്യങ്ങൾ കണ്ണുനീരിൻ്റെ സാഹചര്യങ്ങളാണ്. ചില മണ്ണ്, ചില വീടുകൾ, ചില പ്രത്യേക ഇടങ്ങൾ, അവിടെ ഒന്നും ഒരു നന്മ വെളിപ്പെടാത്തതും ദൈവപ്രവൃത്തി ഒന്നും പറയുന്നത് പോലെ കാണാത്തതും അനേകരുടെ ജീവിതത്തിൽ നിരന്തരമായി കണ്ണുനീരിനൊക്കെ കാരണമാകുന്ന ഇടങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല, പ്രാർത്ഥിക്കുന്നവർക്ക് അതൊക്കെ മനസ്സിലാകും. പക്ഷേ അങ്ങനെയുള്ള ശാപകരമായ ഭൂമിയും പൈശാചികമായ ബന്ധനങ്ങളുള്ള ഇടങ്ങളും എല്ലാം ആണെങ്കിലും ബലമുള്ളവൻ അവിടെ ഉണ്ടെങ്കിൽ കണ്ണുനീരിൻ്റെ താഴ്വര ജലാശയമാകും, മുൻമഴ അവിടെ ഉണ്ടാകും. ഇത് ശരിക്കും ദൈവത്തിൻ്റെ ഒരു വലിയ വാഗ്ദത്തമാണ്. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ ഈ ദൈവജന സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഈ ഒരു മുഖപുരയിൽ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ,
ദൈവത്തിൻ്റെ ആ ഒരു ആത്മീകമായ ബലവും ശക്തിയും നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു ബലത്തിൽ നമ്മൾ പുതുകി വരണം. 2-3 കാര്യത്തിന്: ഒന്ന്, നിത്യജീവിതത്തിൽ നമുക്ക് വിജയകരമായൊരു ജീവിതം നയിക്കാൻ; 2, നമ്മുടെ ക്രിസ്തീയ ഒരു ജീവിതയാത്ര വിജയകരമായി നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടാണ്. ശരിക്കും ഞാൻ പറഞ്ഞ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. എഫെസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടിയാണ്. അവർ പിന്മാറ്റക്കാരായതുകൊണ്ടോ അല്ലെങ്കിൽ ആ എഴുതിയിരിക്കുന്ന അധ്യായങ്ങളിൽ അവർ മോശക്കാരായതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല. കാരണം നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും കേട്ടിട്ട് അത് നിമിത്തം. 12-ാമത്തെ വാക്യം അങ്ങനെയാണ്. അതാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പ്രാർത്ഥനയുടെ പശ്ചാത്തലം വളരെ ഗൗരവമായിട്ട് നമ്മൾ പഠിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ കൃപയിലാണെങ്കിലും, നമ്മൾ ദൈവ വചനമനുസരിച്ച് നടക്കുന്നവരാണെങ്കിലും, നമ്മൾ ദൈവസന്നിധിയിലാണെങ്കിലും, നമ്മൾ ഒരു കുറ്റവും ചെയ്യാതെ നല്ലൊരു ജീവിതം നയിക്കുന്നവരാണെങ്കിലും, നമുക്ക് ഒരു പ്രാർത്ഥനാ ജീവിതമില്ലെങ്കിൽ നമ്മൾ കാലക്രമേണ ക്ഷീണിച്ചു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറേ കഴിയുമ്പോൾ നമുക്കെന്തോ ഒരു ആത്മീയ ജീവിതത്തിൽ ഒരു ജീവനില്ലാത്തതുപോലെ തോന്നും. ഇപ്പോൾ കുറച്ചധികം ആളുകൾ സാധാരണ പറയുന്ന ഒരു കാര്യം: നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ ദൈവകൃപയില്ല, ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ദൈവത്തിനെല്ലാം അറിയാം, ദൈവം എല്ലാം തരുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. സത്യമാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊന്നും പ്രാർത്ഥിക്കാതിരിക്കുന്നതിന് കാരണമല്ല. ഈ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ മാറ്റി നിർത്തുന്നെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: നമ്മൾ ദൈവത്തോട് പാപം ചെയ്യുകയാണ്. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് സത്യം. വളരെ വേഗത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം ഇവിടെ ഈ വാക്യം പറഞ്ഞിരിക്കുന്നത് അത് നിമിത്തം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ കേട്ടിട്ട് സ്തോത്രം ചെയ്യുന്നു, ഇടവിടാതെ സ്തോത്രം ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 കാര്യമാണ് ചെയ്യുന്നത്: 1, സ്തോത്രം ചെയ്യുന്നു; 2, പ്രാർത്ഥിക്കുന്നു. നമ്മൾ സ്തോത്രം ചെയ്യുന്നേ ഉള്ളൂ, പ്രാർത്ഥിക്കാറുണ്ടോ എനിക്കെന്നറിയില്ല. അതായത് ഞാൻ ആ പറയുന്ന അർത്ഥത്തിലേക്ക് നിങ്ങൾ എൻ്റെ കൂടെ വരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് ഞാൻ സാധാരണ പറയുന്നത് പോലെ ആഴമായ ഒരു ദൈവവചന പഠനം നമ്മുടെ ആത്മീക കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തെ തന്നെ ഇത് അടിമുടി മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ പല സമയത്തും ദൈവകൃപ പ്രാപിപ്പാനും ദൈവശക്തി പ്രാപിപ്പാനും ഒരുപാട് ഷോർട്ട് കട്ടുകൾ അന്വേഷിക്കുന്നവരാണ്. അതൊന്നുമല്ല. ശരിക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടുന്ന ചിലതുണ്ട്, ദൈവത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട ചിലതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവർ, ബ്ലെസ്ഡ് ഈസ് ദ മാൻ ഹൂസ് സ്ട്രെങ്ത് ഈസ് ഇൻ യു. ദൈവത്തിൽ നമ്മുടെ ബലം അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക. അപ്പോൾ ഇവരെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ശരിക്കും ആ 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലൂടെ യാത്ര ചെയ്ത് പോയപ്പോൾ 6 കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവർ ദൈവാത്മാവില്ലാത്തവരല്ല. കാരണം ഈ 12-ന് തൊട്ട് മുൻപിലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സത്യവചനം നിങ്ങൾ കേട്ട് അവനിൽ നിങ്ങൾ വിശ്വസിച്ചപ്പോൾ വാഗ്ദത്തത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. യു ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവർക്ക് വീണ്ടും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ലഭിക്കാനായിട്ട് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ ഒരു പറയുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു കാര്യത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഒരുമിച്ച് ഒന്ന് കൊണ്ടുപോയി ഈ ദിവസങ്ങളിൽ പിന്നെയും ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവകൃപയ്ക്കൊന്നും പകരം വെക്കാനായിട്ട് ഈ ഭൂമിയിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് കർത്താവിൻ്റെ കൃപയെന്ന് പറയുന്നത്. വചനത്തിലൂടെയാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക. സത്യത്തിൽ ഒരു 6 തരത്തിലുള്ള ദൈവിക അനുഗ്രഹങ്ങൾ ദൈവം അവർക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും നൽകി തന്നിട്ടുണ്ട്.
ഇതിന് തൊട്ട് പിൻപിലുള്ള വാക്യങ്ങളിൽ. അപ്പം ആ 6 തരത്തിലുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? വളരെ വേഗത്തിൽ പോകാം. ഇതെല്ലാം നമുക്കുണ്ട്. നമ്മളിനി ഇതിനെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഇതിനെ കിട്ടാനോ വേണ്ടി പോവല്ല. ഇതെല്ലാം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, ഓൾറെഡി നമുക്കുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അതാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ഞങ്ങൾക്ക് ഇതെല്ലാം ഉണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെ ഇരിക്കുന്ന പലരും അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അങ്ങനെയല്ല. ഈ ആത്മീക വിഷയങ്ങളിലെ കാര്യങ്ങളിലെ ഗൗരവമായൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം മാറണമെങ്കിൽ, നമ്മുടെ ശുശ്രൂഷകൾ മാറണമെങ്കിൽ, നമ്മുടെ ആത്മീക നിലവാരം മാറണമെങ്കിൽ, ആത്മീക കാഴ്ചപ്പാടുകൾ മാറണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം, ഇതെല്ലാം നമുക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുകയല്ല ചെയ്യേണ്ടുന്നത്. വെറുതെ ഇരിക്കുകയല്ല. അതൊക്കെ അലസതയുടെ ലക്ഷണമാണ്. ലേസി ക്രിസ്ത്യൻസാണ്. നാളെ ആരോ പറഞ്ഞതുപോലെ ലേസി ക്രിസ്ത്യൻസാണ്. അലസമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണത്. എന്താണ് ഈ 6 തരത്തിലുള്ള അനുഗ്രഹം? ഒന്ന്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. അതായത് ഒരു വ്യക്തി യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ സകല അനുഗ്രഹങ്ങളും അവന് കൊടുത്തിട്ടുണ്ട്. അവനിൽ ആ ക്രിസ്തുവിലൂടെ സകല അനുഗ്രഹങ്ങളും ആ വ്യക്തിക്ക് ലഭ്യമാണ് എന്നുള്ളതാണ്. അത് വളരെ ആഴമായൊരു കാര്യമാണ്. സ്വർഗത്തിലെ സകല ആത്മീയ എല്ലാ ഹെവൻലി ബ്ലെസ്സിങ്സും ക്രിസ്തുവിലുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പം ശാപം മാറി, ബന്ധനം മാറി, ഇതെല്ലാം മാറുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും പ്രാർത്ഥിക്കരുത് എന്നല്ല അർത്ഥം. അതാണ് ഞാൻ അതിലേക്ക് കൊണ്ടുവരാം. രണ്ടാമത്തേത്, ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. അപ്പം ശരിക്കും ഒരു വ്യക്തിയുടെ തെരഞ്ഞെടുപ്പ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനും എത്രയോ നാളുകൾക്ക് മുമ്പേ ദൈവം നമ്മളെയൊക്കെ തെരഞ്ഞെടുത്തതാണ്. നമ്മളൊക്കെ ഇതിൻ്റെ അകത്തേക്കൊക്കെ വന്നത്, അല്ലെങ്കിൽ ഈ ഒരു ദൈവകൃപയിലേക്കൊക്കെ വന്നത്, ലോകത്തിൻ്റെ പാപ വഴികളിൽ നിന്ന് ദൈവകൃപയിലേക്ക് വന്നതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. നമ്മളെ തേടി ആ കർത്താവിൻ്റെ സ്നേഹം എത്തി എന്നുള്ളത് സത്യമാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. വെറുതെ ആരെയും ദൈവം വിളിച്ചിട്ടില്ല. ഒരാൾക്ക് ദൈവവചനം കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ദൈവത്തോട് കൂടെ നടക്കാൻ ആ വ്യക്തിക്ക് താല്പര്യം ഹൃദയത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ദൈവം അവരെ കണ്ടതാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് പോലും പറഞ്ഞത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയെല്ലാം വേരോടെ പിഴുതു പോകും. അപ്പം നമ്മളൊക്കെ ശരിക്കും പലരെ നിർത്താൻ ശ്രമിക്കുക, പക്ഷെ നിൽക്കുന്നില്ല. ദൈവം നിർത്താത്തതൊന്നും ഒരു പരിധി വരെ നിൽക്കത്തില്ല എന്നുള്ളതും മറ്റൊരു സത്യമാണ്. പോകട്ടെ. അപ്പം രണ്ടാമത്തേത്, ലോകസ്ഥാപനത്തിന് മുമ്പേ അവിടുന്ന് നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. 3, യേശു ക്രിസ്തുവിൽ ദത്തെടുത്തു എന്നുള്ളതാണ്. ദത്തെടുപ്പ് അത് വളരെ വലിയൊരു വിഷയമാണ്. അതായത് പുത്രത്വത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളെ ദത്തെടുത്തു. 4, സ്നേഹത്തിൽ മുൻനിയമിച്ചു. അപ്പം ദത്തെടുക്കൽ, മുൻനിയമനം. അടുത്തത്, അവനിൽ അവകാശം പ്രാപിച്ചു. നോക്കിക്കേ, എത്ര ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹങ്ങളുടെ പട്ടിക നീളുകയാണ്. ദൈവാനുഗ്രഹങ്ങളുടെ പട്ടിക നീളുകയാണ്. നോക്കിക്കേ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചു. രണ്ടാമത്തേത്, ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു, ദത്തെടുത്തു. ദത്തെടുക്കൽ എന്ന് പറഞ്ഞാൽ മക്കളില്ലാത്തവർ മക്കളെ ദത്തെടുക്കുമ്പോൾ ദത്തെടുക്കുന്നതോടുകൂടി അവകാശവും കിട്ടുന്നത് പോലെ ദൈവ കുടുംബത്തിലേക്ക് ദൈവം നമ്മളെയൊക്കെ ദത്തെടുത്തു, നമ്മളെ മക്കളാക്കി തീർത്തു. സ്നേഹത്തിൽ മുൻനിയമിച്ചു. അടുത്തത്, അവകാശം ലഭിച്ചു. 4-ാമത്തേത്. 5-ാമത്തേത്, അവകാശം ലഭിച്ചു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളിലുമുള്ള ഒരു അവകാശം ലഭിച്ചു. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. 6 അനുഗ്രഹങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. ഏറ്റവും കുറഞ്ഞത് അതിനപ്പുറത്തുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ ക്രിസ്തുവിൽ ഒരു വ്യക്തിക്ക് ലഭ്യമാണ്. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും, ഇത് സത്യത്തിൽ പൗലോസ് തൻ്റെ കേൾവിക്കാരോട് ദൈവാത്മ പ്രേരിതനായി ഈ കാര്യങ്ങൾ പറയുമ്പം, അടുത്ത വാക്യത്തിലേക്ക് പറയുമ്പോൾ നമ്മൾ കാണുന്നത് അത് നിമിത്തം, ഏത് നിമിത്തം? ഇത്രയും ദൈവാനുഗ്രഹങ്ങളുടെ പട്ടിക നിരത്തി വെച്ചിട്ട്, ദൈവം നിങ്ങളെ കണ്ടതാ, ദൈവം നിങ്ങളെ ദത്തെടുത്തതാ, ദൈവം നിങ്ങളെ മുദ്രയിട്ടതാ, ഇനി നിങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്. അവർക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവം തന്നെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് തരണം. അപ്പോൾ ആത്മാവില്ലേ ഇവരില്ല? ഉണ്ടല്ലോ.
പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടെന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ അതല്ല. അതായത് ശരിക്കും നമ്മൾ ഈ ഒരു ആത്മീക ജീവിതത്തിൻ്റെ ആ ഒരു അനുഭവങ്ങളിലേക്ക് വരുമ്പോൾ ഈ വ്യത്യസ്തമായ നിലവാരങ്ങളിലാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത്. ഞാൻ ആ പറയുന്ന കറക്റ്റ് ഇതിലേക്ക് എത്തുമോ എനിക്കറിയില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. ദൈവം നിങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്രയധികം നന്മകൾ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ ഈ 6 കൂട്ടം ദൈവാനുഗ്രഹങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കർത്താവിൽ സ്വരുക്കൂട്ടി വച്ചിരിക്കുമ്പോൾ, അവന് വേണ്ടി അതെല്ലാം റിസർവ് ചെയ്ത് വച്ചിരിക്കുമ്പോൾ, ഇതിനെയെല്ലാം മനസ്സിലാക്കാനും ഇതിനെയെല്ലാം അനുഭവിക്കുകയും ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിക്ക് ഇത് തിരിച്ചറിയാനുള്ള ആത്മീക വെളിപ്പാട് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ അവനത് തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 10 ലക്ഷം രൂപ ഉള്ള ഒരു അക്കൗണ്ട് എൻ്റെ കയ്യിലേക്ക് തന്നു. ആ അക്കൗണ്ടും തന്നിട്ട് ഒരു ATM കാർഡും എൻ്റെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ATM കാർഡുണ്ട്, അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തോളാൻ പറഞ്ഞു. ATM കാർഡ് ഉപയോഗിക്കാൻ എനിക്കറിയില്ല, വല്ല കാര്യമുണ്ടോ? അക്കൗണ്ടിൽ 10 ലക്ഷം കിടന്നിട്ട് എനിക്കത് എൻ്റെ ദൈനംദിന ജീവിതത്തിൽ അത് ഉപയോഗപ്രദമാകുന്നില്ല. ഇത് അക്കൗണ്ടിലുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ്. അക്കൗണ്ടിൽ പൈസ കൊണ്ട് ദരിദ്രനായി ജീവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ. നമ്മുടെയൊക്കെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളെ പ്രാർത്ഥനയാകുന്ന താക്കോലിലൂടെ ദൈവാനുഗ്രഹങ്ങളുടെ ശരിക്കും ദൈവാനുഗ്രഹങ്ങൾ തുറന്നു വിടുന്നൊരു താക്കോലാണ് ആത്മീക വെളിപ്പാടിലുള്ള പ്രാർത്ഥന. അപ്പം ഈ ഒരു താക്കോലാകുന്ന പ്രാർത്ഥന തിരിച്ചറിഞ്ഞ് നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായാൽ, പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം, ദൈവത്തെക്കുറിച്ചുള്ള ഒരു ആഴമായ വെളിപ്പാടുകൾ, ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ കാഴ്ചപ്പാടുകൾ, ഈ കാഴ്ചപ്പാടുകൾ തുറക്കപ്പെടുന്നതോടുകൂടിയാണ് ഈ ദൈവാനുഗ്രഹങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ഓരോ വ്യക്തിയും തിരിച്ചറിയാനായിട്ട് തുടങ്ങുന്നത്. അല്ലാത്തിടത്തോളം കാലം അവൻ അജ്ഞനാണ്. ആനയെ തോട്ടികൊണ്ട് ഒരു പാപ്പാൻ നടത്തുന്നത് പോലെ, കൈകാലുകൾ ചങ്ങലയിട്ട് നടത്തുന്നത് പോലെ നമ്മളെ ഈ ലോകത്തിൻ്റെ ശക്തികളും പലതും നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം പകരപ്പെട്ടിരിക്കുന്ന, നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പല സമയങ്ങളിലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത് മനസ്സിലാക്കി തരാനാണ് ഇങ്ങനെയുള്ള ദൈവവചന സന്ദേശങ്ങൾ. പരിശുദ്ധാത്മാവ് പല സമയത്ത് നമ്മളോട് ഇടപെട്ടെന്നിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ തയ്യാറല്ല. അന്നേരം നമ്മളോട് ആരെങ്കിലും പറയും, ഇത്ര എന്തിനാ പ്രാർത്ഥിക്കുന്നേ, എന്തിനാ? നമ്മളെ രാത്രി ദൈവം ഉണർത്തും. അന്നേരം നമ്മൾ ഇപ്പം പണ്ടത്തെ പോലെയല്ല, ഉറക്കക്കുറവാണ്, നമുക്ക് പരിശുദ്ധാത്മ സാന്നിധ്യം ഇടയ്ക്കുണ്ടാകും, നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല. പലതവണയും നമ്മളെ ഇങ്ങനെ ദൈവം തൻ്റെ സന്നിധാനത്തിലേക്ക് വിളിച്ചടുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മളിത് തിരിച്ചറിയാതെ നമ്മൾ നമ്മുടെ മനോഭാവങ്ങൾക്കും ചിന്തകൾക്കുമൊക്കെ അനുസരിച്ച് പോകുമ്പോഴും വീണ്ടും ദൈവം നമ്മളെ സ്നേഹിക്കുകയാണ്. അതുകൊണ്ടാണ് തന്നെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ തരണമെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ടോ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശരിക്കും ഈ ഒരു പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. ദൈവദാസന്മാർ അവരുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. ദൈവമേ, അവരുടെ ആത്മീക കണ്ണുകളെ ഇവിടുന്ന് തുറക്കണമേ. ദൈവത്തെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥമായ ഒരു കാഴ്ചപ്പാടിലേക്ക് എൻ്റെ കുഞ്ഞ്, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ജീവിത പങ്കാളി, ദൈവമേ അവർ വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. അങ്ങനെ തീർച്ചയായിട്ടും പറ്റുമെന്നല്ല, പ്രാർത്ഥിക്കണം. 2, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ആ അളവറ്റ ശക്തിയുടെ വലിപ്പം തിരിച്ചറിയാനായിട്ട് പ്രാർത്ഥന. അപ്പോൾ ദൈവശക്തിയെ ശരിക്കും തിരിച്ചറിയാനുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ദൈവശക്തിയെ തിരിച്ചറിയാനായിട്ട് പ്രാർത്ഥിക്കും. ശരിക്കും ആത്മീക ജീവിതത്തിലെ ചില തിരിച്ചറിവുകൾ ആ ഒരു തിരിച്ചറിവുകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ തന്നെ കംപ്ലീറ്റ്ലി മാറ്റുന്നതാണ്. നമ്മൾ ഇന്നും പലതും തിരിച്ചറിയാതെ കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് തിരിച്ചറിഞ്ഞ് അതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നവരാണ് അനുഗ്രഹത്തിലേക്ക് വരുന്നത്. അതെ, വിജയകരമായ ഒരു ആത്മീക ജീവിതത്തിലേക്ക് വരുന്നത്. അതൊന്ന് തിരിച്ചറിയാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉപവാസവും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ അതിനായിട്ടായിത്തീരട്ടെ. കർത്താവിന് സ്തോത്രം. ഇത് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും. ദൈവത്തിന് സ്തോത്രം. അപ്പം
ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ശരിക്കും പ്രാർത്ഥന നമ്മുടെ ഭൗതിക കാര്യങ്ങൾ മാത്രം നടക്കാനായിട്ടല്ല. മക്കളുടെ പഠനവും കുഞ്ഞുങ്ങളുടെ കല്യാണവും പിന്നെ ഭാവിയെക്കുറിച്ചുള്ള കാര്യവും വീടിൻ്റെ ലോണുകളും ഇതെല്ലാം മാത്രം തീർക്കാൻ വേണ്ടിയും ജോലിയുടെ അസ്ഥിരതകളും പ്രശ്നങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും അത് മാത്രം ദൈവസന്നിധിയിൽ നിരത്തി വെക്കാനുള്ള ഇടമല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ നിന്നുള്ള ആ ഒരു ബലം, ദൈവാത്മാവിൻ്റെ ആ ഒരു ബലം, ആ ഒരു ബലമെന്ന് പറയുന്നത് ആ ബലത്തിൻ്റെ അകത്ത് സകലതുമുണ്ട്. ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തി, ഈ ഒരു ശക്തി. അതുകൊണ്ട് ഇതൊക്കെ ശരിക്കും പൗലോസിനെ പോലെയൊക്കെയുള്ള ആളുകൾക്ക് ശരിക്കും ഈ ഇത്തരത്തിലുള്ള ഗൗരവമായ ആത്മീക വിഷയങ്ങളെക്കുറിച്ച് അവരറിവുള്ളവരായിരുന്നു. നമുക്ക് പല സമയത്തും നമ്മളെ ആരൊക്കെയോ പഠിപ്പിച്ചു, നീ യേശുവിലേക്ക് വാ, നീ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുക. വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതെല്ലാം വന്നാൽ പിന്നെല്ലാം തീരും. അങ്ങനെയൊക്കെ വന്ന് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഒന്നും അനുഭവിക്കാൻ പറ്റാതെ ചിലരെല്ലാം പിന്നെ നടുക്കടലിൽപ്പെട്ട അവസ്ഥയിലായി. ഇപ്പം ശരി ഏതാണ്, തെറ്റേതാണ്, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒന്നും വ്യത്യസ്തമായിട്ട് അവർക്ക് തോന്നുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾ സാധാരണക്കാരെ പോലെ തന്നെയാണ്. അങ്ങനെയല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ഒരു ദൈവകൃപയെ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. ആ ഒരു ദൈവകൃപയെ നമുക്ക് അന്തരാത്മാവിൽ അനുഭവിക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതൊരു വ്യാപരിക്കുന്ന ശക്തിയാണ്. അത് നമ്മുടെ ശരീരത്തിൽ ചില സമയങ്ങളിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ അത് വെളിപ്പെടും. നമ്മുടെ ശുശ്രൂഷകളിൽ അത് വെളിപ്പെടും. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ അത് വെളിപ്പെടും. രോഗാവസ്ഥകളിൽ അത് വെളിപ്പെടും. പ്രയാസപ്പെട്ടിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ അത് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീരും. ഈ ഒരു തിരുവചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? എവിടെയെങ്കിലും പ്രാർത്ഥനാ ജീവിതം ബലഹീനമായി പോയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ മനസ്സിലിരിക്കട്ടെ. അതുകൊണ്ട് ആരെങ്കിലും ഇത്രയും പ്രാർത്ഥിക്കേണ്ട, പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഈ ഒരു പ്രാർത്ഥന പഠിക്കുക. സത്യത്തിൽ ഞാൻ ആ പ്രാർത്ഥനയുടെ ഒരു ചെറിയ ഭാഗത്തൂടെ മാത്രമേ പോയിട്ടുള്ളൂ. അതൊരു ഒരു വലിയ ആഴമായൊരു പ്രാർത്ഥനയാണ് ആ ഒരു കാര്യം. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അവിടുന്ന് നൽകിത്തരുന്ന ആത്മീകമായ ബലമാണ് ഞങ്ങളെ ഓരോ ദിവസവും നിലനിർത്തേണ്ടുന്നത്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ആ ഒരു ദൈവികമായ ബലം അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക ഞങ്ങൾക്ക് കൃപ നൽകണമേ. എവിടെയെങ്കിലും അത് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ക്ഷീണിച്ചവരായി തോന്നുന്നുണ്ടെങ്കിൽ, കർത്താവ് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനാ ജീവിതം കർത്താവെ അത് ശക്തിപ്പെട്ട് മുമ്പോട്ട് പോകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. ഞങ്ങളുടെ ജനത്തെ ഒന്നിച്ച് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവം സഹായിക്കട്ടെ. ഈ സന്ദേശം അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.